വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പൊ ഇന്നും നമ്മളൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. പാലക്കാടാണല്ലോ 3 ദിവസം ഇരിക്കുന്നത്. വൈഫൈ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യട്ടോ. അപ്പൊ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് പാലക്കാട് സ്ഥലങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ആ വ്യൂ ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഫുഡ് കഴിക്കണം. അമ്മ കഴിക്കണേ ദോശ. വാ നമുക്കിനി കഴിക്കാം. ഇന്ന് നമുക്ക് തേയിലയാണ് കേട്ടോ. ഇന്ന് തേയില കട്ടൻ. പിന്നെ ഉപ്മാവ്. അമ്മയുടെ ഫേവറേറ്റ് ആണ് ഗൈസ് ഉപ്മാവ്. കണ്ട അടിപൊളി ഉപ്മാവ്. അപ്പൊ നമ്മള് ഇങ്ങനെ കൊടുക്കണം അമ്മയുടെ ഗൈസ്. അമ്മന്റെ ഉപ്മാവ് അടിപൊളിയാണ്. ഞാനന്ന് ഉണ്ടാക്കിയപ്പോ എന്താ പറ്റിയ അവരേട്ടാ അന്ന് ഓർമ്മയുണ്ടാ? പക്ഷെ പറയാ സാറേ എന്തായാലും പറയോ? ഉരിയാടുവോ? വെറുതെ വെച്ചിരിക്കണത് ഒന്ന് ഉരിയാടാ സൂര്യ. ഇരുന്നോളൂ. അമ്മമ്മ ലൈറ്റ് ഇട്ട് അപ്പക്കെടുത്തു. ലൈറ്റ് ഓഫ് ആക്ക. ഞാൻ കൈ വെച്ചിട്ട് കഴിക്കും. ഒരു സ്പൂണ് വെച്ച് കഴിക്കുന്ന പരിഷ്കാരം. മീൻകറി കൂട്ടിയിട്ട് ഉപ്മാവ് കഴിക്കണം. അത് പറഞ്ഞ ആളാണ് അമ്മ. ഒളിഞ്ഞു പോണ ഇനി കൈ കൊണ്ട് കഴിക്കണം. അമ്മ സ്പൂണ്. പഞ്ചസാര പോയിട്ട് ഇറങ്ങി. ഞാൻ ഷുഗർ കട്ട് ഡയറ്റാ. അമ്മ എനിക്ക് കട്ടൻ വേണ്ട. അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ. വരുമ്പോ വണ്ടി പോകുമ്പോ ഹെൽമെറ്റ് നിർബന്ധം ഗൈസ്. അന്ന് അമലേട്ടൻ ഓണത്തിന് വീണ സമയത്ത് മനസ്സിലായതാണ്. അതിനു മുമ്പ് അറിയാം അന്ന് തലയില് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പക്ഷെ ഇവിടെയൊക്കെ സ്റ്റിച്ച് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഹെൽമെറ്റ് ഇട്ട് മാത്രം വണ്ടി ഓടിക്കുക ഗൈസ്. കണ്ട ഗൈസ് അടിപൊളിയായിട്ടുള്ള പാടൊക്കെ കാണാനായിട്ട് പ്രകൃതിന്റെ ഒരു ഭംഗിയാണ് ഗൈസ്. ഇങ്ങനെ നെൽപ്പാടം, ഫുൾ നെൽപ്പാടം. പാലക്കാട് ഫുൾ നെൽപ്പാടങ്ങളാണ്. കുട്ടികൾ കണ്ടോ? വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ. ചെമ്മരിയാടോ അല്ലേ? അയ്യോ ചെമ്മരിയാടാണ്. സാധാരണ എന്റെ മോനെ ഇതാണ് പാലക്കാടൻ ഭംഗി. ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു മല 2x കാണിക്കണോ? കാരണം അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. മലയല്ലേ സോറി, പാറ, തെങ്ങുകൾ, വയലുകൾ. താറാവ് ഇഷ്ടംപോലെ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കണ്ടോ? അവിടെ ഉണ്ട് കണ്ടോ? ഒക്കെ താറാക്കൂട്ടങ്ങളാ. അവിടെ ഒരു വീട്. ഇങ്ങനെ പോകുമ്പോ അതാണ്ട് അവിടെ ഒരു വീട്. നൈസ് ആയിട്ടില്ല ഇവിടെ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ അവലേട്ടനാണ് പറയേണ്ടത്. ഞാൻ ഇടക്കിടക്ക് കാണാറുണ്ട്. എങ്കിൽ പോലെ നമ്മൾ വീഡിയോയിൽ പറയണ്ടേ. അവിടെ എങ്ങനെയുണ്ട് നൈസ് സ്ഥലം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമുക്കില്ലേ, നമുക്ക് ഇവിടെ എവിടേക്ക് പോകാൻ ഒരു മടി ഉണ്ടാവില്ല. അധികം ബ്ലോക്കൊന്നുമില്ല. ബ്ലോക്കില്ല. വണ്ടികളൊന്നും ഇവിടെ ഭയങ്കര കുറവ്. കാണിച്ചു തരാട്ടോ. വണ്ടിയൊന്നും ഇല്ല. പിന്നെ നല്ല റോഡാണ്. നമുക്കൊരു മടിയില്ല. പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മടിയാ പുറത്തോട്ട് പോകും. കാരണം സിറ്റിക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഇവിടെ ഇപ്പൊ പാലക്കാട് പോവാണെങ്കിൽ കൂടെ പാലക്കാട് എത്താറാകുമ്പോ ഒരു ടൗണൊക്കെ എത്താറാകുമ്പോൾ മാത്രം പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബ്ലോക്കൊന്നും വരില്ല. അപ്പൊ ഞാൻ വളവളാന്ന് പറയുന്നില്ല. അമ്പലത്തിൽ പോട്ടെ. ബൈ ബൈ. സ്മൈല് കണ്ടാ? കണ്ടാ എനക്കല്ലേ? മയിൽക്കുട്ട പീലി ഒന്ന് വിടർത്തിയാ മതിയായിരുന്നല്ലേ. കുട്ട പീലി വിടർത്തടാ, ഒന്ന് ഡാൻസ് കളിക്കടാ. പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മയിലില് എല്ലാത്തിലും ആണാട്ടോ രസം കാണാൻ. കോഴിയിലായിക്കോട്ടെ മയിലിലായിക്കോട്ടെ. ആ പീലി ഒന്ന് വിടർത്തി കാണാൻ വല്ല വഴി ഉണ്ടാവും കേട്ടാ.
ഞാൻ എടുത്തത് കൊത്തില്ലേ? നമ്മളെ വീട്ടിൻ്റെ അവിടെയും കൂടി മയിൽ വരും പിന്നെയല്ലേ ഇതൊക്കെ എന്ത്. ബൈ. ഇനിയൊന്നും വേണ്ട. ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ പണി നടക്കുകയാണ് ഗൈസ്. അപ്പൊ ജസ്റ്റ് തൊഴുതി നമുക്ക് വീട്ടിൽ പോവാട്ടെ. ബൈ. അമ്പലത്തിന്റെ ഇങ്ങനെ വരും ഗൈസ്. ചെരുപ്പ് ആരെങ്കിലും കൊണ്ടുപോയിരുന്നോണ്ട് ഞാൻ കവറിലായി സ്കൂട്ടിയിലിട്ടു. എന്താ ഇതാണ് അമ്പലത്തിന്റെ ഒരു ഫുൾ പണി നടക്കുന്നത് കൊണ്ട് പിന്നെ കാണിക്കാൻ പറ്റില്ല. ഇത് ഫ്രണ്ടിലാണ് മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രമാണ് ഗൈസ്. അമലേട്ടാ സുഖമല്ലേ? സുഖമല്ലേ? എന്തെങ്കിലും പറയും. ഞാൻ ഓടിക്കട്ടെ ബൈക്ക്, സ്കൂട്ടി ഓടിക്കട്ടെ? അവിടെ നിർത്തി തരുമോ? സമയമാകുമ്പോഴാ പറയാ. ശരി, അവിടെ എത്തിയിട്ടാ വണ്ടിയൊന്നും ഇല്ലാത്ത ഏരിയയിൽ. ഏട്ടൻ അമ്പലത്തിൽ വരുന്നോണ്ട് ചെരുപ്പിടാണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. കണ്ടോ കണ്ടോ? നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ഇവിടെ ഒരു കുളമുണ്ട്. അമ്മയുടെ പറഞ്ഞ കുളത്തിൽ മീൻ പിടിക്കില്ലേന്ന്. ഇവിടെ അമ്പലത്തിലെ കുളത്തില് മീനേ കുളത്തിൽ അവിടെ ഒരു മീനും കാണില്ല. എല്ലാ മീനിനൊക്കെ ഒരു പിടിച്ച് തിന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാം ഇവിടെ. കണ്ടോ എൻട്രി ആണ്ടോ ഗൈസ്, എൻട്രി. ഈ ഇതാണ് കുളം. ഈ കുളത്തിൽ കുറച്ച് നിറയെ മീനുണ്ട്. മീൻ പിടിക്കില്ലേ എന്ന് ചോദിക്കുന്ന. അമ്പലത്തിന് പുറത്തായാലും മീൻ പിടിക്കാൻ സമ്മതിക്കില്ല. ചോദിച്ചു നോക്ക് മീൻ പിടിക്കട്ടെ എന്ന്. അവര് ചീത്ത പറയും. ആറ്റൊന്നും പിടിക്കില്ല. ആറ്റോ പുഴയിന്ന് പിടിക്കും. പുഴയിന്ന് പിടിക്കാം. കുളത്തുനിന്ന് പിടിക്കാൻ പാടില്ല. എന്തൊക്കെ അറിയണം? കുടിക്കാൻ എന്താ വേണ്ടേ? കുടിക്കാൻ ഒരു കിണറ്റിലാവട്ടെ എന്തെങ്കിലും ചൂട് വെള്ളം എനിക്ക് വേണ്ട. ചൂടുവെള്ളം കുടിക്കണേ വീട്ടിൽ പോയി കുടിച്ചാൽ പോരെ? എനിക്ക് വീട്ടിൽ പോയിട്ട് മതി. എനിക്ക് വേണ്ട. എന്താ അമ്മലേട്ടാ ഷുഗറില്ലാത്ത ചൂടുവെള്ളം? പക്ഷെ വേണ്ട. വഴിയോ? വഴി അറിയില്ല ഗൈസ്. ഇതുവഴി ഇല്ല വന്നത്. അത് വേണ്ട കുഴപ്പമില്ല. ചൂലന്നൂർ വഴിയാണ് കാടാണ് ഗൈസ്. ഇവിടെ 2 വഴിയുണ്ട് ഗൈസ്. ഇവിടെ ചൂലന്നൂർ അറിയാം. ചൂലന്നൂരാണ് മയിൽ സംഖ്യയിലുള്ളത്. അത് വേറെ വഴി കൂടെ പോകണം. അത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ അമ്മ അവിടെ ചെയ്യണം. അപ്പൊ ഈ വഴി പോയാലും നടക്കുള്ളൂ. അല്ലെങ്കിൽ ആ വഴി വഴിയാണ് ചൂലന്നൂർ വഴി. നേരത്തെ അങ്ങോട്ട് ഒരു വഴി കണ്ടില്ലേ? അത് തന്നെ. പിന്നെ അമ്മയുടെ കണ്ടിട്ടില്ല മയിൽ സംഖ്യ. അവരുടെ കണ്ടിട്ടില്ല. വേണ്ട ആദ്യൊരു മണ്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ടില്ലേ? നമ്മള് ഇങ്ങനെ പോയിട്ട് ഈ വെയിലത്തൊക്കെ പോയിട്ട് വീട്ടിലെത്തുമ്പോ ഒരു സുഖമുണ്ട് അല്ലേ? ഒറ്റ കിടപ്പാ. ആ വൈബ് നല്ല വൈബല്ലേ? സുഖം ഗൈസ് വേറെ എവിടെയും കിട്ടില്ല. ഇതാണ് ഞാൻ +1+2 പഠിച്ച സ്കൂള്. ഇതാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ കേട്ടോ. പെരിങ്ങോട്ടുറുഷിയാണ് ഇത്. 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ഇത് ബസ് സ്റ്റോപ്പാണ്. ഇതാണ് പെരിങ്ങോട്ടുറുഷി വിമ്മ് ചെറുത്. ഇവിടെയാണ് ഗൈസ് നമ്മളെപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വേണ്ട. ഇവിടെ നമുക്ക് പറ്റില്ല എഴുതാലോ. ആ മതി. എന്തൊക്കെ പറഞ്ഞു? ഇത് ഇഞ്ചിനും പിന്നെ ഇവിടെ 2 പാക്കറ്റ്. ആ മതി. ഞാൻ ഒരാഴ്ചയായി. നമ്മൾ ഇവിടെയാണ് എല്ലാം വാങ്ങാൻ വരും കേട്ടോ. ഇവിടെ കാണുന്ന പോലെ നല്ല എല്ലാം കിട്ടും. പക്ഷെ ഇതൊരു ഗുണം എന്താ പറയുക, സൂപ്പർ മാർക്കറ്റിൽ പോയി അപ്പം പൈസ കൊടുത്ത് വാങ്ങാം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അച്ഛൻ്റെ പൈസ വരുമ്പോൾ ലാസ്റ്റ് പൈസ കൊടുത്താൽ മതി. ഇങ്ങനെയുണ്ട്. യൂട്യൂബിലിടാം മൈക്കൊക്കെ കൊണ്ട്. ഇനിയില്ലേ തണ്ണിമത്ത വാങ്ങാൻ പറഞ്ഞു. വലുതെടുക്കും. അതെന്ത് അത് വേണ്ട. മധുരമുള്ള കാര്യത്തിന് കൊല്ലും ഞാൻ. കൊള്ളാം. ആ കൊള്ളാം. അത് കൊള്ളാം. പൈസ കൊടുക്കാം. ഞങ്ങളുടെ പഴയ വീട് കാണിച്ചു കേട്ടോ ഗൈസ്. നെല്ല് കാണിച്ചു.
വലിയ കണ്ടോ. ഇതാണ് നമ്മുടെ പഴയ വീട്. ബസ് സ്റ്റോപ്പ് ഇവിടെയാണ്. ഇവിടെ ബസ് കയറാൻ വേണ്ടി വരിക കേട്ടോ. ഫസ്റ്റൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഗൈസ് ഇതാണ് നമ്മുടെ പഴയ വീട് കണ്ടോ. ഇതാണ് നമ്മളുടെ ജംഗ്ഷൻ ഗൈസ്, തോട്ടുമുക്ക് ജംഗ്ഷൻ. ഇവിടെ ബസ് കയറുന്നു. ഇവിടെ ബസ് കയറിയിട്ട് ഇങ്ങനെ നടക്കണം. ഇങ്ങോട്ട് ബസ് 2 ഉള്ളൂ, പക്ഷെ ഇവിടെ 2 ബസ് ഈ റൂട്ട് വരുന്നുണ്ട് കേട്ടോ. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട് വെച്ചത് ആക്ച്വലി. അതുകൊണ്ട് പിന്നെ ഇതാണ് നമ്മളുടെ ഡാം, ചെക്ക് ഡാം എല്ലാം ഇവിടെയാണ് നമ്മളുടെ വീട് വരുന്നത് കേട്ടോ. പുഴ കണ്ടില്ലേ, ഭാരതപ്പുഴ. അപ്പൊ ഇനി എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ. ഈ ബസ്സിൽ ഞാൻ കോളേജിൽ പോവാ. ബസ് കണ്ടു കറക്റ്റ് സമയം. ഈ ബസ്സിൽ ഡിഗ്രിക്ക് പോവാ. ഈ ബസ് കണ്ടില്ലേ, ഈ റൂട്ടിൽ ഈ ബസ് വേറൊരു ബസ് മാത്രമേ ഉള്ളൂ. പിന്നെ KSRTC, ഒരു KSRTC. ഇതാ നമ്മുടെ വീടെത്തി ഗൈസ്, കണ്ടോ വീടെത്തി. ഓക്കെ ഗൈസ്, നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അന്നമതം കഴിക്കുന്നു, കിടക്കുന്നു. അമ്മമ്മയ്ക്ക് ലഡു ഇഷ്ടമാണ് ഗൈസ്. കഴിച്ചുവിടാം. എന്നിട്ട് കഴിക്കണ്ട പറയും, എന്നിട്ട് ഫുള്ളും കഴിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തോളെ. അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബൈ, ലവ് യു.